അപ്പോൾ മലയാളി ഡ്രൈവേഴ്സ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. അതിനൊന്നും ഞാൻ പറയണില്ല. കാരണം ബാംഗ്ലൂരൊക്കെ ഞാൻ ഓടി അലഞ്ഞ് തിരിഞ്ഞ് എനിക്ക് ചെന്നൈയിലെ എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഒരു 1 വീക്ക് നല്ല രീതിയിൽ ഓടിയിട്ടൊന്നുമില്ല. കാരണം വന്ന ദിവസം വണ്ടി കിട്ടാൻ കുറച്ച് ലേറ്റായി. അതേപോലെ ഞാൻ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഓടിയിട്ടുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂറല്ല. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ ഞാൻ ടോട്ടൽ എൻ്റെ ഓൺലൈൻ ടൈം 79 മണിക്കൂറും 8 മിനിറ്റുമാണ്. ഏകദേശം നമ്മൾ 7 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 11 മണിക്കൂറൊക്കെ നമ്മളൊരു ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പോലെ ഇവിടെ ഫ്ലീറ്റുകാരെ നന്നാക്കൽ കുറവാണ്. നമുക്കൊരു 3000 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഇറക്കാം. പിന്നെ 100 ട്രിപ്സൊക്കെ ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു 500 രൂപ റെൻറ്റ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ശരിക്കും അതിൻ്റെ ഏണിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കപ്പെടും ഈ വീഡിയോ. അപ്പോൾ ചെന്നൈയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരാനായിട്ട് ഞാൻ ക്ഷണിക്കല്ല. വീഡിയോ കണ്ടിട്ട് ചെന്നൈയിൽ ഓടി നോക്കാം കുഴപ്പമില്ലാന്ന് തോന്നുന്നവർക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇടാം. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊരു ഫ്രീഡം ഉള്ള ജോബാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് അതുപോലെ തന്നെ 24 hours ഒരു വണ്ടി, നമ്മുടെ സ്വന്തം വണ്ടി പോലെ ഒരു വണ്ടി ഉള്ളതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത് ഓടാൻ പറ്റും. ഇപ്പോൾ ബാംഗ്ലൂർ ഡെപ്പോസിറ്റ് കൊടുത്ത് വണ്ടി എടുത്ത് ഓടുന്നവരുണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ പറയുന്ന ട്രിപ്പ് കൗണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. മൂവബിൾ ട്രാഫിക് ഉള്ളൂ. നമുക്ക് ട്രിപ്പ് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ട്രിപ്പ് ഉണ്ട്. ബാംഗ്ലൂരിനെയും കാട്ടി വലിയ സിറ്റിയാണിത്. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ റൂമുണ്ട്. ഈ 12 മണിക്കൂർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 12 മണിക്കൂർ നമ്മൾ എന്തിനാ, അത് നമുക്ക് സമാധാനം ഇല്ലാണ്ട് അടുത്തവന് വണ്ടി കൊടുക്കണം. അവന്മാർക്ക് ഒരു വണ്ടിയിൽ 2 പേരെ വെച്ച് ഓടിച്ച് അവന്മാർക്കേ ലാഭമുള്ളൂ. നമ്മൾ വിചാരിക്കും നമുക്ക് റെസ്റ്റാണ്. ഇവിടെ ഒരു 3,500 രൂപയ്ക്ക് നല്ല പി ജികളുണ്ട്. നമുക്ക് അവിടെ നിന്നിട്ട് റെസ്റ്റ് എടുത്ത് പ്ലാൻ ചെയ്ത് ഓടാൻ പറ്റും. അത് ചിന്തിക്കുക. അവന്മാരിപ്പോൾ അവിടെ അക്കോമഡേഷൻ തന്നാലും അതിന് 100 രൂപ മേടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 85 അങ്ങനെയൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ടാവും. നമ്മളതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ 3,000-3,500 കൊടുത്ത് പെട്ടെന്ന് പി ജി കയറാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു 1,000-1,500 കൊടുത്ത് കയറാം. മലയാളീസിൻ്റെ പി ജി ഉണ്ട്. അതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്കിവിടെ സപ്പോർട്ടിന് ഒരു കെയർ ടേക്കർ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ മണി ഒന്ന് അടിച്ചിട്ടോ.